സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, ഗോഡ് ലെവൽ പവർ, റിയാലിറ്റി മാനിപ്പുലേഷൻ, മൾട്ടിവേഴ്സൽ ട്രാവൽ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം പവേഴ്സ് നമുക്ക് പ്രധാനമായിട്ടും MCUവിൽ കാണുവാൻ സാധിക്കുന്നതാണെങ്കിൽ തന്നെയും ഇന്നത്തെ വീഡിയോയിൽ MCUവിൽ ഇപ്പോൾ കറന്റ് ജീവിച്ചിരിക്കുന്ന, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഫിസിക്കലി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ചില സൂപ്പർ ഹീറോസിനെ പറ്റി തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്യാരക്ടേഴ്സിനെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു ലോഡ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള 15 ക്യാരക്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. സ്ട്രെങ്ത് വൈസ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 15ാം സ്ഥാനത്ത് കാണാൻ പോകുന്ന സൂപ്പർ ഹീറോ തന്നെയാണ് വിന്റർ സോൾജർ അഥവാ ബക്കി. വിന്റർ സോൾജർ ആയിരിക്കുന്ന സമയത്ത് തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ഒരു 1-on-1 ടഫ് കൊടുത്തിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ തന്റെ ഉള്ളിലുള്ള സൂപ്പർ സോൾജർ സിറത്തിന്റെ പവർ കൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്ട്രോങ് ആയി മാറിയിട്ടുള്ളത്. ക്യാപ്റ്റൻ അമേരിക്കയോട് മാത്രമല്ല, പല അവസരങ്ങളിൽ അയൺമാനോടും ഒരു പരിധിവരെ ചില അവഞ്ചേഴ്സിനോടും പലപ്പോഴായി തന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കാണിച്ചിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ഒന്നിലധികം സൂപ്പർ സോൾജേഴ്സിനോട് ഒരേ സമയം ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജറിൽ വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുമുള്ളതാണ്. ഇപ്പോൾ കറന്റ്ലി തണ്ടർബോൾട്സ് മൂവിയിലൂടെ ഈ ഒരു ക്യാരക്ടറിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഒരു പരിധി വരെ പോർട്രേൽ ചെയ്യുവാനായി മാർവലിന് സാധിച്ചിട്ടുമുണ്ട്. നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ 14ാമതായി കാണാൻ പോകുന്ന ക്യാരക്ടറാണ് ഷൂരി അഥവാ ബ്ലാക്ക് പാന്തർ. ഈ ഒരു ലിസ്റ്റിൽ ബ്ലാക്ക് പാന്തറിന്റെ 14ാം സ്ഥാനത്ത് കൊണ്ടുവന്നതിന് പലർക്കും ചില എതിർപ്പുണ്ടാകുമെങ്കിൽ തന്നെയും ഷൂരിയുടെ ബ്ലാക്ക് പാന്തർ ടെക്നോളജിയെയും ഇന്റലിജൻസിനെയുമാണ് സ്ട്രെങ്തിനേക്കാൾ കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത്. ഫിസിക്കലി തന്നെക്കാൾ വളരെയധികം മുകളിൽ നിൽക്കുന്ന നെമോറുമായി 1-on-1 ബാറ്റിൽ കൊണ്ടുവന്നു എന്നത് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന്റെ സ്ട്രെങ്ത് വൈസ് ആയിട്ടുള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. സിന്തറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹാർട്ട് ഷേപ്ഡ് ഹെർബ് യൂസ് ചെയ്തു എന്നത് തന്നെയാണ് ഈ ഒരു സ്ട്രെങ്തിന്റെ ഏറ്റവും വലിയ കാരണം. നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 13ാമതായി കാണാൻ പോകുന്ന ക്യാരക്ടറാണ് ഡ്രാക്സ് ദ ഡിസ്ട്രോയർ. യഥാർത്ഥത്തിൽ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി മൂവിയിൽ ഒരു കോമഡി പീസ് ആയിട്ടാണ് കാണിച്ചെങ്കിൽ തന്നെയും ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് ഗാർഡിയൻസ് ടീമിന്റെ തന്നെ എന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ 3 മൂവീസിലുമായി പല അവസരങ്ങളിലും ഈ ഒരു ക്യാരക്ടറിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൃത്യമായിട്ട് തന്നെ കാണിച്ചിരുന്നതുമാണ്. ഖലോസിയൻ എന്നൊരു ഏലിയൻ റേസിൽ നിന്ന് വന്നിട്ടുള്ള ഡ്രാക്സിന് ഈ ഒരു ഏലിയൻ റേസിന്റെ പവർ തന്നെയാണ് സ്ട്രെങ്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 12ാമതായി കാണാൻ പോകുന്ന ക്യാരക്ടറാണ് ഷാങ്-ചി. ഷാങ്-ചി മൂവി കണ്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകും ഈ ഒരു ക്യാരക്ടർ എത്ര അധികം ഫിസിക്കലി പവർഫുൾ ആണെന്ന്. പ്രധാനമായിട്ടും കുട്ടിക്കാലം മുതലേ വെൻവു തനിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങുകളുടെ ആഫ്റ്റർമാറ്റ് എന്നോണമാണ് ഒരു കില്ലിൻ മെഷീൻ എന്നോണം ഷാങ്-ചിയെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ മാൻഡറിന്റെ വഴികളല്ല തനിക്കുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ ഷാങ്-ചി പിന്നീട് തന്റെ അച്ഛനിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുമുള്ളത്. എന്തായാലും ഒരേ സമയം തന്നെ വിൽ പവറും ഫിസിക്കൽ പവറും കൊണ്ട് തന്നെയാണ് താൻ എൻഡയർ 10 റിംഗ്സിനെ കൺട്രോളിൽ എടുത്തിട്ടുമുള്ളതും അതുമൂലം ജൈജാന്റിക് ആയിട്ടുള്ള മോൺസ്റ്ററെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതായി കാണിച്ചിട്ടുമുള്ളത്. നമ്മുടെ ഈ ഒരു പട്ടികയിൽ നമ്മൾ 11ാം സ്ഥാനത്ത് കാണാൻ പോകുന്ന സൂപ്പർ ഹീറോയാണ് സ്പൈഡർമാൻ. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ ക്യാപ്റ്റൻ അമേരിക്കയുമായിട്ട് 1-on-1 ആയി ഫൈറ്റ് ചെയ്ത സീക്വൻസിലൂടെ തന്നെ സ്പൈഡർമാന്റെ സ്ട്രെങ്ത് ലെവൽ കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ബക്കിയുടെ മെറ്റെല്ലാം തടയുന്നതും ഇൻഫിനിറ്റി വാറിൽ താനോസിനെ തന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് ഒരു പരിധി വരെ തടയുന്നതും MCUയിലുള്ള സ്പൈഡർമാന്റെ ഫിസിക്കൽ സ്ട്രെങ്തിനെ വളരെയധികം മനോഹരമായ രീതിയിൽ കാണിക്കുന്ന ചില സീക്വൻസുകൾ തന്നെയാണ്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ 10ാം സ്ഥാനത്തുള്ളത് ജയന്റ് മാൻ ആണ്. സ്കോട്ട്ലാൻഡ് ചെറുതാവുമ്പോൾ ആഡ്മാൻ എന്ന് പറയുന്ന പോലെ തന്നെ ജയന്റ് മാൻ വെർഷനിലുള്ള ഈ ഒരു ക്യാരക്ടറിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് വളരെയധികം വലുത് തന്നെ. ക്വാണ്ടമേനിയൽ കാങ്ങിന്റെ എൻഡയർ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിനെ ഇടിച്ചു ചേർക്കുന്നതും ഇൻഫിനിറ്റി വാറിൽ ലെവിയത്തിനെ ഒറ്റ പഞ്ചിൽ തന്നെ നോക്ക് ഡൗൺ ചെയ്യുന്നതും ഈ ഒരു ക്യാരക്ടറിന്റെ സൂപ്പർ സ്ട്രെങ്തിനെ കൃത്യമായിട്ട് വിളിച്ചു പോകുന്ന കാര്യങ്ങൾ തന്നെ. എന്നാൽ ജയന്റ് വെർഷനിലേക്ക് മാറുമ്പോൾ ഈ ഒരു ക്യാരക്ടർ വളരെയധികം സ്ലോ ആൻഡ് സ്റ്റഡി ആയി മാറുന്നു എന്നത് ഇതിന്റെ ഒരു വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 9ാം സ്ഥാനത്ത് കാണാൻ പോകുന്ന ക്യാരക്ടറാണ് നെമോർ ദ സബ്മറൈനർ. ബ്ലാക്ക് പാന്തർ മൂവിയിൽ ഒരു വില്ലൻ ആയിട്ടാണ് വന്നതെങ്കിൽ തന്നെയും ഒരു ആന്റി ഹീറോ ആണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ടിച്ചാലയുമായി 1-on-1 ഫൈറ്റ് ചെയ്തിട്ടുള്ള എംബാക്കുവിനെ തന്റെ ഒറ്റ പഞ്ചിൽ തന്നെ നോക്ക് ഡൗൺ ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടറിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഈ ഒരു ഒറ്റ സീക്വൻസിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സ്ട്രെങ്തും തന്റെ സൂപ്പർ സ്പീഡും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് വക്കാണ്ടയിലെ എൻഡർ ടെക്നോളജിയെ മറികടന്ന് വക്കാണ്ടൻ സിറ്റിയെ പൂർണ്ണമായും അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ മൂവിയുടെ അവസാനം ഡിഫീറ്റ് ആവുന്നുവെങ്കിലും അത് ഷൂരിയുടെ വ്യക്തമായിട്ടുള്ള ഇന്റലിജൻസും പ്ലാനിങ്ങുകൾ കൊണ്ട് മാത്രമാണ്. എന്നാൽ ഈ ഒരു ഫൈറ്റിൽ നെമോറിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൃത്യമായിട്ട് വിളിച്ചു തോന്നുന്നുമുണ്ട്. സ്ട്രെങ്ത് വൈസ് പവർഫുൾ സൂപ്പർ ഹീറോസിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 8ാം സ്ഥാനത്ത് കാണാൻ പോകുന്ന ക്യാരക്ടറാണ് റീസെന്റ് ആയി MCUയിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ള ദ തിങ്. ഫാന്റാസ്റ്റിക് ഫോർ ടീമിന്റെ തന്നെ മസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തിങ് ആണ്. കോമിക്സിലേക്ക് വരുമ്പോൾ ഹൾക്കുമായി 1-on-1 ആയി ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചുരുക്കം ചില ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ദ തിങ് എങ്കിൽ തന്നെയും മൂവിയിലേക്ക് വന്നപ്പോൾ അല്പം ഡീപവർ ചെയ്ത് കാണിച്ച പോലെ എനിക്ക് തോന്നി. എങ്കിലും ഈ ഒരു ക്യാരക്ടർ തന്റെ സ്ട്രെങ്ത് ലെവലിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പല അവസരങ്ങളിലും ഗലാക്ടസിനെ വരെ ഫ്രാങ്കിളിൽ എടുത്ത് എത്തുന്നതിന് തടയാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ ആദ്യമേ
ആദ്യമേ ഗലാക്ടസിനെ പോർട്ടലിലേക്ക് തള്ളിയെടുക്കുന്ന ഫൈനൽ ബ്ലോ കൊടുക്കുന്നതും ഇതേ തിങ് തന്നെയാണ്. നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ഏഴാമതായി കാണാൻ പോകുന്ന സൂപ്പർ സ്കൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗായ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് നമ്മൾ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള സീക്രട്ട് ഇൻവെഷൻ സീരീസിലൂടെ പല ഹീറോസിന്റെയും പവേഴ്സ് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സൂപ്പർ സ്കൾ ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ഫിസിക്കലി വളരെ സ്ട്രെങ്ത്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി MCUവിന്റെ ഫ്യൂച്ചറിൽ ഈ ഒരു ക്യാരക്ടറിനെ കാണുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. എങ്കിലും സ്ട്രെങ്തിന്റെ കാര്യത്തിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ഉപയോഗിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ട്രോങ്സ്റ്റ് ക്യാരക്ടേഴ്സിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ആറാമതായി കാണാൻ പോകുന്ന ക്യാരക്ടറാണ് ആഡം വാർലോക്ക്. കറന്റ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ള ഗാർഡിയൻസ് ടീമിൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ തന്നെയും ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3ൽ എൻറ്റയർ ഗാർഡിയൻസ് ടീമിനെയും ഡിഫീറ്റ് ചെയ്തുകൊണ്ട് റോക്കറ്റിനെ ക്യാപ്ചർ ചെയ്ത് ഹൈ എവല്യൂഷണറുടെ കയ്യിൽ എത്തിക്കുന്നത് ആഡം വാർലോക്ക് ആണ്. ഇത്രയധികം സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ഈ ഒരു ക്യാരക്ടർ ഇപ്പോഴും ഒരു യങ്ങർ സ്റ്റേജിലാണ് എന്നതുകൊണ്ട് തന്നെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ എത്ര അധികം ഓവർപവർഡായി മാറുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ലിസ്റ്റിൽ നമ്മൾ അഞ്ചാമതായി കാണാൻ പോകുന്ന ക്യാരക്ടറാണ് വൈറ്റ് വിഷൻ. പവർഫുൾ ആയിട്ടുള്ള വൈബ്രേനിയം ബോഡിയുള്ള ഒരു ആൻഡ്രോയിഡ് ആണ് വിഷൻ എങ്കിൽ തന്നെയും ഇമോഷൻസും ഫീലിംഗ്സും ഈ ഒരു ക്യാരക്ടറിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നതാണ്. തന്റെ ബോഡിയിൽ ഡെൻസിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ട് തന്റെ ഓരോ പഞ്ചും വളരെയധികം പവർഫുൾ ആക്കി മാറ്റുവാൻ സാധിക്കുന്ന ഈ ഒരു ക്യാരക്ടറിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് എടുത്തു പറയേണ്ടത് തന്നെ. ഈവൻ ദോ വാണ്ടാ വിഷന്റെ അവസാനം വൈറ്റ് വിഷനും നോർമൽ വിഷനും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് തന്നെ എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് വിഷൻ കോസ്റ്റ് റിലീസ് ആകുന്നു എന്ന് ഓൾറെഡി കൺഫേം ആണെങ്കിൽ തന്നെയും അത് എന്ന് വരുമെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയുകയില്ല. സ്ട്രോങ്സ്റ്റ് ക്യാരക്ടേഴ്സിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ നാലാം സ്ഥാനത്ത് കാണാൻ പോകുന്ന ക്യാരക്ടറാണ് ക്യാപ്റ്റൻ മാർവൽ. ക്യാപ്റ്റൻ മാർവൽ, മാർവൽസ്, എൻഡ് ഗെയിം തുടങ്ങിയിട്ടുള്ള പല മൂവീസിലൂടെയും ഈ ഒരു ക്യാരക്ടറിന്റെ സ്ട്രെങ്ത് ലെവൽ കാണിക്കുന്നതാണ് എങ്കിൽ തന്നെ പലപ്പോഴും വോങ് കൾച്ചർ കുത്തിക്കയറ്റുന്ന രീതിയിൽ മാർവൽ ഈ ഒരു ക്യാരക്ടറിനെ ഓവർപവർഡ് ആയിട്ട് കാണിക്കുന്നതായി പലയിടങ്ങളിലും എനിക്ക് തോന്നി. എന്നിരുന്നാലും സ്ട്രെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ താനോസിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യാരക്ടർ പവർ സ്റ്റോണിന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് താനോസ് ഡിഫീറ്റ് ചെയ്യുന്നതായി കാണിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ ലിസ്റ്റിൽ നമ്മൾ ക്യാപ്റ്റൻ മാർവലിനെയും ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്ട്രോങ്സ്റ്റ് ക്യാരക്ടേഴ്സിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ മൂന്നാം സ്ഥാനത്ത് കാണുന്ന ക്യാരക്ടറാണ് സെൻട്രി. ഈ ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഒന്നാം സ്ഥാനം വരെ അർഹിച്ചതാണ് എങ്കിൽ തന്നെയും തന്റെ പവറിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുകയില്ലെന്നത് ഈ ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്നിരുന്നാലും ഫിസിക്കൽ സ്ട്രെങ്തിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. എൻറ്റയർ തണ്ടർബോൾട്സ് ടീമിനെയും തന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് ഡിഫീറ്റ് ചെയ്യുന്നതായി തണ്ടർബോൾട്സ് മൂവിയിലൂടെ കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താം. മാത്രമല്ല ഫ്യൂച്ചർ മൂവീസിൽ ഈ ഒരു ക്യാരക്ടറിന്റെ സൂപ്പർ സ്ട്രെങ്ത് കൂടുതലായി എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അവയെല്ലാം ചേർത്തുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ നമുക്ക് പിന്നീട് പുറത്തിറക്കാം. നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവരാൻ പോകുന്ന ക്യാരക്ടർ തന്നെയാണ് ഹൾക്ക്. ഈ ഊള പ്രൊഫസർ ഹൾക്ക് അല്ല, മാർവലിലെ ആദ്യ രണ്ട് ഫേസുകളിൽ നമ്മൾ കണ്ടുണ്ടായിരുന്ന ദ ഇൻക്രെഡിബിൾ ഹൾക്ക്. തന്റെ ആങ്കർ വർദ്ധിക്കും തോറും വളരെയധികം സ്ട്രോങ്സ്റ്റ് ആയിട്ട് മാറുന്ന ഈ ഒരു ക്യാരക്ടറിന്റെ സ്ട്രെങ്ത് ലെവൽ ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. പലപ്പോഴും മാർവലിലെ മറ്റൊരു സ്ട്രോങ്സ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള തോറിനോട് 1-on-1 ആയി ഫൈറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ചുരുക്കം ചില ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ഹൾക്ക്. ഈ ഒരു സ്ട്രെങ്ത് ലെവൽ കൊണ്ട് തന്നെയാണ് ഇൻഫിനിറ്റി ഗോളറ്റിന്റെ പവറിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുവാനായി ഹൾക്കിന് സാധിച്ചിട്ടുമുള്ളത്. അവഞ്ചേഴ്സിലും റാഗ്നറോക്കിലും തോറുമായി 1-on-1 ആയി ഫൈറ്റ് ചെയ്തിട്ടുള്ളതും ഒറ്റ പഞ്ചിൽ തന്നെ ലെവത്തിയോനെ നോക്ക് ഡൗൺ ചെയ്തിട്ടുള്ളതും ഇൻക്രെഡിബിൾ ഹൾക്കിൽ അബോമിനേഷനുമായിട്ട് നടത്തിയിട്ടുള്ള ഫൈറ്റുകളെല്ലാം തന്നെ ഹൾക്കിന്റെ സ്ട്രെങ്തിനെ വിളിച്ചു പോകുന്ന MCUവിലെ പ്രധാനപ്പെട്ട ഇവന്റുകൾ തന്നെയാണ്. നമ്മുടെ ഈ ഒരു പട്ടികയിൽ ഒന്നാമതുള്ള ക്യാരക്ടറിനെ നിങ്ങൾ എല്ലാവരും തന്നെ ഗസ് ചെയ്തിട്ടുണ്ടാകും, ദ വൺ ആൻഡ് ഓൺലി ഗോഡ് ഓഫ് തണ്ടർ, തോർ. ആക്ച്വലി 2017 തോർ റാഗ്നറോക്ക് ഇറങ്ങുന്നതോടെ വരെ ഒന്നാം സ്ഥാനത്ത് ഹൾക്കും തോറും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും റാഗ്നറോക്കിന് ശേഷം ഹൾക്കിനെ ഒരു കോമഡി പീസാക്കി മാറ്റി എന്നതുകൊണ്ട് തന്നെയാണ് തോറിനെ നമ്മൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് പറയുന്നത്. തോറിന്റെ ഫിസിക്കൽ സ്ട്രെങ്തിനെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. സ്റ്റോംബ്രേക്കർ ക്രിയേറ്റീവ് ആയി തന്റെ റോ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഉറു മെറ്റലിനെ ഉരുക്കുവാനായിട്ടുള്ള ന്യൂട്രോൺ എനർജിയെ പുറന്തള്ളുന്നതായി കാണിച്ചിട്ടുള്ളത്. ഈവൻ ദോ ഗോർ ദ ഗോഡ് ബുച്ചർ, സ്യൂസ്, സർട്ടർ, മാലിക്, ഡിസ്ട്രോയർ, ഹെല തുടങ്ങിയിട്ടുള്ള പല ക്യാരക്ടേഴ്സുമായി ഈ ഒരു ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുമ്പോൾ സ്ട്രെങ്തിൽ ഈ ഒരു ക്യാരക്ടർ ഒട്ടും തന്നെ പിന്നിലല്ലെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നുമുണ്ട് MCUവിൽ പല മൂവീസിലൂടെ. തോറിന്റെ ഈ ഒരു സ്ട്രെങ്ത് ലെവലിനെ പറ്റി പറയുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ കൂടിയുണ്ട്, ലോക്കി. ഗോഡ് ഓഫ് മൾട്ടിവേഴ്സ് ആയി മാറിയിട്ടുള്ള ലോക്കി പല ബില്യൺ കണക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസോട് കൂടിയാണ് ടെമ്പോറൽ ലൂമിൽ നിന്നും തന്റെ റോ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് എന്റെ ടൈം ലൈൻ ബ്രാഞ്ചസിനെയും ഒന്നാക്കി ചേർത്ത് ഇപ്പോഴിതാ ഗോഡ് ഓഫ് സ്റ്റോറീസ് ആയി മാറിയിട്ടുമുള്ളത്. ടെക്നിക്കലി MCUവിൽ വളരെയധികം സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലോക്കി ഇപ്പോഴെങ്കിൽ തന്നെയും ലോക്കി ഇപ്പോൾ ഒരു സാധാരണ സൂപ്പർ ഹീറോ അല്ല, മറിച്ച് ഒരു കോസ്മിക് എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ലോക്കിയെ ഉൾപ്പെടുത്താത്തത്. എന്തായാലും ഫിസിക്കലി ഓവർപവർഡ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസിന്റെ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ്
ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.